എല്ലാവരെയും ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ജതിൻ പാസനായി കുടുംബത്തിനായി സ്തോത്രം. ഈ സഭയിലും കടന്നു വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഉപവാസ പ്രാർത്ഥനയിലും ഇന്നത്തെ ഈ സഭാരാധനയിലും ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അതിന് മുഖാന്തരമായ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഐ ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് ഈ ദിവസങ്ങൾ നിങ്ങളിവിടെ ആയിരുന്ന കേട്ട വചനങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം നിങ്ങളുടെ ആത്മീയ ഉന്നമനത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ബിഫോർ ഐ എൻറ്റർ ഇൻ ടു ഗോഡ്സ് വേർഡ്, ഇന്ന് രാവിലെ കാലം നമ്മൾ പാടി ആരാധിച്ചപ്പോൾ ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ എന്നുള്ള പാട്ട് പാടിയപ്പോൾ ഐ വാസ് തിങ്കിങ് അബൌട്ട് ഹെവൻ. ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ഇതിലും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്ന യഥാർത്ഥമായി ജയത്തിൻ്റെ ധ്വനി അവിടെയാണ് മുഴങ്ങുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്ലീസ് ലിവ് യുവർ ലൈഫ് വെരി കെയർഫുള്ളി, വളരെ സൂക്ഷ്മതയോടെ. ഇത് ദുഷ്കാലമാകിയാൽ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടോടി ദൈവസന്നിധിയിൽ അവൻ്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോബിൻ പറഞ്ഞതുപോലെ അവരുടെ ഭവനത്തിൽ ആയിരിക്കാൻ, വിശ്രമിപ്പാൻ ഒക്കെ ദൈവം ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഡൽഹിയിലായിരുന്നപ്പോൾ ജോബിൻ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ പറയും, ഭയ്യ നോ യു ഹാവ് ടു ബൈ യുവർ ഓൺ ഹൗസ്. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഐ സേ ഇറ്റ്സ് ഓക്കെ, ഇൻ ഗോഡ്സ് ടൈം ഇറ്റ് വിൽ ഹാപ്പൻ. ബട്ട് എന്നാൽ എനിക്ക് ഒരു സന്തോഷമുള്ളത്, ലോകത്തിലെല്ലായിടത്തും എനിക്ക് ഇതുപോലെ ഭവനങ്ങളുള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ. പോയി വിശ്രമിപ്പാൻ, സന്തോഷത്തോടെ ഒക്കെ ആയിരിക്കാൻ, അവരുടെ സ്നേഹസൽക്കാരങ്ങൾ പങ്കുചേരുവാൻ, നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ വരുവാൻ, നിങ്ങളുടെ ഭവനങ്ങളെ, ഹൃദയങ്ങളെ തുറന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് to be with you all. Amen. And especially I want to thank all of you who consistently came for the fasting prayer and listened to the word of God. You sat under the teaching, and I believe that word is going to uplift you, build you in the days to come. Hallelujah. Especially the young people. Hallelujah. As I have been interacting with them, they have a great heart, a good blessed heart. May God bless their hearts continually. This morning I want to enter into a different mode, not to teach but to preach. Hallelujah. Amen. Hallelujah. Amen. Our Father desires for us to be an overcomer. Amen. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ജയാളിയായിട്ടാണ്. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും the world and Satan wants us to remain defeated. ഹല്ലേലൂയ. തോൽക്കപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി നമ്മൾ തോൽക്കപ്പെട്ടവരല്ലെങ്കിലും ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ജീവിക്കണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ബട്ട് ഗോഡ് വാണ്ട്സ് ടു ചേഞ്ച് അവർ മൈൻഡ് സെറ്റ്. ഹി വാണ്ട്സ് ടു give us a mindset that's always of an overcomer, a victorious person. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും, നിരാശയും പ്രയാസവും രോഗവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിലും, our heart should be positioned as a victorious person. Hallelujah. Amen. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ സഭകളോടുള്ള ദൂത് പറയുമ്പോൾ, when God speaks to the churches in the book of Revelations, we don't have time to read all those verses, but I'll just say them one by one. If you can note it, Revelations 2:7 and 2:11, 2:17, 2:26, 3:5, 3:12. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. ബട്ട് വി വിൽ റീഡ് 3:21, 3-ാം അധ്യായം 21-ാം വാക്യം.
നമുക്ക് വായിക്കാം. Amen. Malayalam, somebody in Malayalam. Amen. Hallelujah. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ. 7 സഭകളോടും ദൂത് പറയുമ്പോൾ അവസാനം ജയിക്കുന്നവന് ഞാൻ ഇത് കൊടുക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ. The last church it says ജയിക്കുന്നവന് ഞാൻ എന്ത് ചെയ്യും, എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. I will give him that honor of sit with me on the throne. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. To him who overcomes or conquers എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. The Father is anxiously waiting to see each one of us overcoming. Hallelujah. Amen. No, this no, naturally or maybe because of our cultural things, when we have problems, we tend to go back, to be put on the back foot. People who play cricket, they know, you play on the back foot, but God always wants you to play on the front foot. Hallelujah. God said, I will build my church and the gates of Hades shall not prevail against it. Hallelujah. You know what does that mean, or why he used a picture of a gate and all? Hallelujah. Amen. Does gate move? No, it's stationed. It's positioned at one place. There is a huge wall and there is a gate. So that means the kingdom of darkness is at one place, and the kingdom of light or the church is advancing. Hallelujah. നമ്മൾ തിരിച്ചാ ചിന്തിക്കുന്നത്, പിശാച് സഭയെ തകർക്കാൻ ഇങ്ങോട്ട് വരുന്നതാണ്. ബട്ട് കർത്താവ് സഭയെ കണ്ടിരിക്കുന്നത്, we want to advance in the spiritual warfare, in the spirit realm, and take over the kingdom of darkness. And it says the gates of Hades shall not prevail. It will come down. Hallelujah. Amen. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ പുറകോട്ടല്ല പോകുന്നത്. ദൈവം പറഞ്ഞു, മുൻപോട്ട് പോകുക, ഉറപ്പുള്ളവരായിരിപ്പിൻ, സ്ഥിരതയോടായിരിപ്പിൻ, stand firm. We should have an overcomer's mentality. Hallelujah. For long time in my life, I did not have that. That's why I'm glad to preach to you about an overcomer's mentality. കർത്താവ് ആഗ്രഹിക്കുന്നത്, we have to overcome. ഒരു കാര്യത്തിലും നമ്മൾ തോറ്റു കൊടുക്കരുത്. തോൽക്കുന്നെങ്കിൽ ഇന്നലെ പറഞ്ഞ ഒരു കാര്യത്തിലേ ഉള്ളൂ. ആണോ? ഹല്ലേലൂയ. സഭയിൽ ഒക്കെ എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ട് വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ. ബട്ട് ബാക്കി എല്ലാ കാര്യത്തിലും നമ്മളെ ചെറുതാക്കുവാൻ, നമ്മളെ എന്താ പറയുക, പുറകോട്ട് പിന്തിരിപ്പിക്കാനൊക്കെ പിശാച് കൊണ്ടുവരുന്ന എല്ലാ സാഹചര്യങ്ങളുടെ മുൻപിൽ we have to stay strong. Amen. Because we are not alone. Hallelujah. Amen. You might be thinking, oh, I am alone, how can I stand strong? Adalla, I tell people, Father wants, it is his desire, but the whole heaven is backing you up. Amen. മുഴു സ്വർഗവും നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാണ് ആ കാര്യത്തിൽ. Hallelujah. Amen. Are you understanding? ആമേൻ പറയാമോ? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. കർത്താവേ നന്ദി, സ്വർഗം എൻ്റെ കൂടുള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗം. ഹല്ലേലൂയ. ഞാൻ പറയാൻ കാര്യം, നമ്മൾ some of the things that has become a routine and tradition in our churches are very powerful things. Maybe over the generation it has become a tradition. It has lost its power. But now we have to regain that power. Amen. പൗലോസ് അപ്പോസ്തലൻ മിക്ക ലേഖനങ്ങളും എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് നമ്മൾ ഒരു സഭാരാധനയിലോ അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്ത് പറയുന്നത്. പ്രാർത്ഥിച്ച് ആശീർവാദം നമ്മൾ പറയും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ
സഹവാസവും സഖിത്വവും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അതൊരു ആശീർവാദമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നെങ്കിൽ അത് അങ്ങനെ ഒതുക്കാനുള്ള സാധനമല്ല. ഈ 3 സാധനവും ഈ 3 കാര്യവും ദൈവം നമ്മൾക്ക് നിരന്തരം തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ജയിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഐ നെവർ ന്യൂ ദാറ്റ്. ഞാൻ വിചാരിച്ചു ചെറുപ്പം മുതലേ ഇത് കേട്ടോ ഇതൊരു ബ്ലെസ്സിങ് ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്, പക്ഷേ അതൊരു ട്രഡീഷനായിപ്പോയി. അത് ദർ ഈസ് ഗ്രേറ്റ് പവർ ആൻഡ് സീക്രറ്റ് ഇൻ ദീസ് 3 തിങ്സ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് മുഴു സ്വർഗവും നിങ്ങളെ ബാക്കിന്. നൗ വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് why these 3 things are needed. Amen. Why these 3 things are needed for a Christian to have a victorious life. ദൈവത്തിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം വേണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ അല്ലെങ്കിൽ അവൻ്റെ വെളിപ്പാട് നമുക്ക് വേണം, ദൈവ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും ആ ഹെൽപ്പ് നമുക്ക് വേണം, പവർ നമുക്ക് വേണം. ഹല്ലേലൂയ. ബിക്കോസ് പ്രൈമറിലി നമ്മുടെ വിശുദ്ധ ജീവിതത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ അറ്റാക്ക് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്പമായി അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചാണ്, ചിന്തിച്ചു പോയി. ലോകം, ജഡം, പിശാച്. The world, the flesh and the devil. When we say overcome, victorious, we are not saying about passing in your exam. That is for this world. We are talking about spiritual victory or the eternal victory. ഈ 3 കാര്യങ്ങളിലും ഒരു വിശുദ്ധൻ ജയിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിലിരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് നമുക്കൊരു മോഡലാകാൻ വേണ്ടി. ഈ 3 കാര്യത്തെയും യേശു കർത്താവ് വളരെ ക്ലിയറായിട്ട് ഡിഫീറ്റ് ചെയ്തിട്ടാണ് പോയത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഡോണ്ട് ഷൈ അവേ. ഇല്ല, അത് എൻ്റെ ഒരു, നമ്മൾ ചിലപ്പം പറയും എൻ്റെ ഒരു ബലഹീനതയാ, അല്ലെങ്കിൽ അതാ ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ളതാ. നോ, ഇൻ ക്രൈസ്റ്റ്, ഹല്ലേലൂയ, യു ആർ എ ന്യൂ ബ്രീഡ്. ഹല്ലേലൂയ. നിങ്ങളൊരു പുതിയ ജനറേഷനാണ്. യു ക്യാൻ ചേഞ്ച്, ഹല്ലേലൂയ, ദ ജനറേഷണൽ ട്രഡീഷൻസ്. യു ക്യാൻ ഞാൻ ഇന്നലെ ഓർക്കുമായിരുന്നു, യു ക്യാൻ ബി എ ട്രെൻഡ് സെറ്റർ. Hallelujah. You don't follow the patterns that are not healthy and profitable to you. Stop it and start a new beginning, because God gives you the power to do that. Hallelujah. Number 1, the world. How does it fit? 1 John chapter 2 verse 15 to 17. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സോ ഒന്നാമത് നമ്മൾ ജയിക്കേണ്ടത് ലോകസ്നേഹത്തെയാണ്. ഹല്ലേലൂയ. എല്ലാ ബിലീവേഴ്സും ദൈവത്തെ പിൻപറ്റുന്നവർക്കുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള ഒരു പരീക്ഷണമെന്ന് വേണമെങ്കിൽ പറയാം, അത് ലോകസ്നേഹമാണ്. അതിനെ ജയിക്കാൻ നമ്മൾ കഴിഞ്ഞാൽ, വി ഹാവ് ക്ലിയർഡ് ദ ഫസ്റ്റ് ലെവൽ ഓർ ദ ഫസ്റ്റ് തിങ്. അപ്പോൾ ലോകസ്നേഹത്തെ ജയിക്കാൻ ഞാൻ, ആസ് ഐ സെഡ്, heaven is backing you up. What does he give? What do we need? ലോകസ്നേഹത്തെ ജയിക്കാൻ നമുക്ക് സ്വയമേ കഴിയത്തില്ല. ഇതൊന്നും ജയിക്കാൻ നമുക്ക് കഴിയത്തില്ല. We can't. But God is giving us, enabling us. What do we need? What did we read there? Do not love the world or the things in the world. If anyone loves the world, the love of the Father is not. അപ്പോൾ ഇവിടെ പറയുകയാണ്, യോഹന്നാൻ പറയുകയാണ്, ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവൻ്റെ അകത്ത് ദൈവസ്നേഹം, പിതാവിൻ്റെ സ്നേഹം ഇല്ല. അപ്പോൾ ലോക സ്നേഹത്തെ നമ്മൾ മറികടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹല്ലേലൂയ. യു നീഡ് ദ ലവ് ഓഫ് ദ ഫാദർ. ഒരുവനിൽ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ അസാധാരണമായി വളരെ ഈസിയായിട്ട് അവൻ ലോകസ്നേഹത്തെ മറികടക്കാൻ സാധിക്കും. നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യാനുള്ള കാര്യം, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദ കണ്ടിന്യൂവൽ ഇൻഫില്ലിംഗ് ഫ്രം അബവ്. ഹല്ലേലൂയ. ഈ 3 കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞേ, അത് നമ്മൾ
എന്താ പറഞ്ഞ ഒരു ആശീർവാദമായിട്ടല്ല, നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിലുള്ള 3 കാര്യമാക്കി നമ്മൾ മാറ്റണം. വി ഹാവ് ടു ആഡ് ദിസ് ആസ് അവർ ടോപ്പ് പ്രയോറിറ്റി ഇൻ അവർ പ്രയർ ലിസ്റ്റ്. ദ മോമെൻറ്റ് യു വേക്ക് അപ്പ്, you say God, you thank God for a new day, we thank God for His grace, and now we ask, Lord, give me your love, fill me with your love. Amen. Amen. How does He fill? Through the Holy Spirit. Romans says He has poured His love into your hearts through the Holy Spirit. പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവ പിതാവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ then it's easy not to relate with others, your family, your children, your workplace. ഹല്ലേലൂയ. ലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊന്നും നമ്മളെ ആകർഷിക്കാതെ വണ്ണം പിതാവിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു നിൽക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. No, are you getting my point? Yeah. അത് വേണം പ്രിയമുള്ള. we cannot do it ourselves. It's an age of DIY, do it yourself. But I would say Christian life, you can't do it yourself without the help of God. ദൈവത്തിൻ്റെ കൃപയില്ലാതെ സഹായമില്ലാതെ ഒരു മനുഷ്യനും ജയോത്സവമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയത്തില്ല. It has been designed like that. Hallelujah. That's where we fail. We try to do it ourselves. No, we put a lot of pressure. No, we pray, we fast, and thinking that this is going to help me. Yes, we need all of them, praying and fasting and reading the Bible. But apart from God, you can't do nothing. പിതാവിൻ്റെ സ്നേഹം എപ്പോഴും 24/7 is available to you. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഉച്ചയായപ്പോൾ രാവിലെ എഴുന്നേറ്റ സ്നേഹം നിങ്ങളുടെ അകത്ത് തീർന്നു പോയെങ്കിൽ what do you say? Lord, fill me. Hallelujah. Hallelujah. When you start to murmur and complain, why does people murmur and complain? Amen. There is an OD, over demand happening. The infilling is less, but people are demanding more. So we murmur and complain. Rather, our situation വരുന്നതിന് മുൻപ് we refill ourselves. Hallelujah. ആമേൻ. പ്രാർത്ഥന നമ്മൾ എന്താ പറയുന്നത്, മുറികളിലും സഭകളിലും ഒക്കെ ആയിട്ട് ഒതുക്കരുത്. We need that personal prayer. But even as you travel, even as you walk, continually you converse with the Holy Spirit. ദൈവമായിട്ടുള്ള ആ ഒരു conversation keep up ചെയ്യണം. You keep on praying. Whenever you see things around, needs within you, pray. Lord, help me. Lord, help me. Fill me with your love. Hallelujah. ദൈവ സ്നേഹം ഒരുവൻ്റെ അകത്ത് നിറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സ്നേഹത്തിന് അവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. Amen. I tell you that. I guarantee you. Otherwise you are in big danger. Hallelujah. 30-40 വർഷം ഉണ്ടായിരുന്ന ലോകത്തിൻ്റെ ആകർഷണമല്ല ഇപ്പോൾ. ഹല്ലേലൂയ. നാട്ടിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പരീക്ഷണങ്ങളല്ല ഇവിടെ വരുമ്പോൾ. ഹല്ലേലൂയ. I mean, the devil is stepping up his attack. Hallelujah. ഓരോ കാലഘട്ടം കഴിയും തോറും പിശാചിൻ്റെ പുതിയ അറ്റാക്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He wants to defeat us in all fronts. പക്ഷെങ്കിൽ ഈ 3 കാര്യം ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, you will be able to live your Christian life with ease. Hallelujah. ആമേൻ. ഞാനൊരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ലോർഡ് ഫിൽ മീ. രാവിലെ കണ്ണു തുറക്കുമ്പോഴേ now it has become a prayer already, automatic prayer. Fill me with your love. Hallelujah. Something, ചിലപ്പോൾ എമർജൻസി ആയിട്ട് when you run outside, we go outside and we find there is something, no problem. അതൊരു lubrication ആണ്. When you lack lubrication, ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും. Hallelujah. So the love of God lubricates, and there is very smooth, easy going. No, it flows with the love of God. So number 1, we need the love of God to overcome the world. Second enemy is the world fights from around you. The flesh fights from
within you. ലോകം പുറമേ നിന്ന് നിങ്ങളെ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് നിന്ന് ജഡം നിങ്ങളോട് ഫൈറ്റ് ചെയ്യുകയാണ്. ഇറ്റ്സ് ഫൈറ്റിംഗ് against your spiritual life. So the second enemy is the flesh. Hallelujah. Now let's read Galatians chapter 5, 16, 17. ഗലാത്യർ 5, 16, 17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. How do we overcome the flesh? Amen. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധം. We need to understand these two things, flesh and the spirits, is totally opposite. People are confused when they come to us for prayer. I said, why should you be confused? It's like black and white. Don't be confused. Sometimes people are not confused, they act like they are confused. And they come to me, they want to hear from us, what does the pastor say? It's black and white. Spirit says this, and the world says, or the flesh says, that is totally opposite. You must identify the desires of your flesh easily. But that is only possible for a person who has a fellowship with the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തരമായൊരു എന്താ പറഞ്ഞൊരു ഫെലോഷിപ്പ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ സഖിത്വം നമ്മളിലുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ ഡിസൈർസ് ഓഫ് യുവർ ഫ്ലെഷ്. ആസ് സൂൺ ആസ് യു ഐഡൻറ്റിഫൈ യു സേ നോ. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നെവർ എൻ്റർടൈൻ യുവർ സെൽഫ്. എന്നല്ല ഞാൻ പറഞ്ഞതുപോലെ it will destroy us. It will destroy our destiny. Always when the Spirit is active and alive in you and you are in communion with the Holy Spirit, as easy as it, he says, no, this is wrong, this is wrong. Say no to that. Take it all away. Submit to the Spirit. Submit to the leading of the Holy Spirit. Hallelujah. So the Holy Spirit is being given to you. There are so many benefits of the Holy Spirit, but majority, the communion, all this communication, the love of God, the revelations, everything is passed on to you through the Holy Spirit. So he is the conveyor of all spiritual blessings. പരിശുദ്ധാത്മാവ് എല്ലാവിധ ആത്മീയ നന്മകളുടെയും ഒരു കൺവെയറാണ്. വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് യു കനോട്ട് റിസീവ് എനി ബ്ലെസ്സിങ്. ഹലോ, എനി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. ആമേൻ. അതുകൊണ്ടാണ് പറയുന്ന പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. ഇറ്റ് ഹിൻഡേഴ്സ്, ഇറ്റ് ബ്ലോക്സ് ഇമ്മീഡിയറ്റ്ലി. ആ ഫ്ലോ ബ്ലോക്ക് ചെയ്യാണ്. ഹല്ലേലൂയ. No, sometimes people don't understand these truths. No, they had an issue, with the Holy Spirit, or that grieved the Holy Spirit, and they continue on with their life for long. ആഴ്ചകൾ, മാസങ്ങൾ, ചിലരൊക്കെ വർഷങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തതായിട്ട് കാണാറുണ്ട്. അങ്ങനെയല്ല. If there is anything, you rectify it as soon as possible. Yeah, we are human beings. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതുപോലെ there can be errors and mistakes. We may slip, but we need to rise up and say, Lord, help me. Holy Spirit, forgive me. I come to you. Do not take the Holy Spirit away from me. That's what David prayed. ഇന്നലെ നമ്മൾ കണ്ടൊരു കാര്യമാണ്. ഹല്ലേലൂയ. ലോകത്തെ ജയിപ്പാൻ ദൈവസ്നേഹം നമുക്ക് ആവശ്യമാണ്. ജഡത്തെ ജയിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ഡയറക്ഷൻ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി, the inner man, he poured the Holy Spirit. You know why? Hallelujah.
Because yesterday's, if you were there in the meeting yesterday, we talked about the curtain. Hallelujah. The self-will corrupt ആയിപ്പോയി. Self-will was corrupted by sin. പാപത്താൽ അത് കറപ്റ്റ് ആയിപ്പോയി. And where is the self-will? That is inside. Hallelujah. അകത്തു നിന്നാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് പാപം ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ. അപ്പം ദൈവം കണ്ട ഒരേ ഒരു വഴിയുള്ളൂ, അതിനും ആഴത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ പകരുകയാണ്. That is why to the innermost part, അവിടെ നിന്ന് തുടങ്ങണം. Hallelujah. When the flesh fights from within you, God gave His Spirit to overcome that even deeper into your spirit. And that's why I said, let that Spirit flow. Don't stop it. അതിനെ അവിടെ കെട്ടി നിർത്തരുത്. Let it flow. Hallelujah. കാരണം നമുക്ക് ഫ്ലഷിനെ ഫൈറ്റ് ചെയ്യാൻ കഴിയത്തില്ല. The Holy Spirit will know. പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടുമ്പോൾ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ നമ്മൾ നിവർത്തിക്കയില്ല. ഹല്ലേലൂയ. ആമേൻ. ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. If you are fulfilling the desire of your flesh, you are turning your back on the Holy Spirit. If you are fulfilling the desire of the Holy Spirit, you are saying no to the flesh. Hallelujah. നമ്മുടെ രണ്ടാമത്തെ ശത്രുവിനെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കമ്മ്യൂണിയൻ, fellowship, sweet fellowship of the Holy Spirit. He is a very gentle person. Hello. Amen. Holy Spirit has a bad maybe it has been advertised badly probably by people like us Pentecostals. No? We speak a lot in tongues, we jump and dance in the church, but we don't care. We don't care with our words, and we hurt others. And people don't know, maybe they are not as so-called spiritual as us, and they tend to get away from this thing. No, I don't want to be like that. What is the use of singing and praising and jumping in the church, and you are not even aware that you have hurt your co-brother and sister with your words? And hallelujah. പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ, നമ്മൾക്ക് തെറ്റ് പറ്റത്തില്ലെന്നല്ല, നമ്മളിൽ നിന്ന് തെറ്റ് വന്നാൽ അത് പരിശുദ്ധാത്മാവ് ഉടനെ പറയും, നോ, യു ഹാവ് ടു സേ സോറി. Hallelujah. We should have that feeling. We have to be aligned. That's why I said it's not a 3-hour thing. Living by the Spirit, living in the Spirit is not a Sunday to Sunday thing or just for a fasting prayer. It's always 24/7. Hallelujah. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം അതാണ്. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ ജീവിക്കാൻ ഹല്ലേലൂയ നമ്മളെ സഹായിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർ തയ്യാറാകും അതിന്? യെസ് ലോർഡ്, I am willing. It may not be easy. It may not be easy. But if the Holy Spirit convicts you, say yes. Because that is the right way. Hallelujah. When I have been telling a lot of stories from my life in the fasting prayer, I am inspired to tell another story. Okay. Last year probably, it was during Good Friday and Easter. Now, I told about the driving in Delhi. No, we are sometimes having a lot of struggle to drive there. So, I think it was just before Good Friday. There were 2 friends or pastors' kids who were in our house. ഞങ്ങളുടെ മിഷണറിമാരുടെ 2 മക്കൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, plus 3 of our kids. So we thought we'll go out, take them out and go out for dinner. So they were all in the car. We were going. It was, 7 o'clock is off, very peak hour, 7 p.m. and all. There's a lot of cars all around. People are, when there is 2 lanes, there are 4 lanes in India. 4 lines of cars. So it's everywhere. We are struggling. And
even in midst, if there is a little bit of time, there will be a cycle coming. So one guy came in between with the cycle, and I couldn't turn left or right. No, he is driving not only straight, he's trying, no, I don't know he was drunk or not. I got really angry. So I just pushed the pedal, accelerated, and he was on my right, and I just pushed him in his head. What are you doing? No, put down the window. And then we went for dinner, and we came home. I was a little bit not comfortable. No, I knew that what I did was wrong. The next day, I think, was Good Friday. We went to church, and we had this service where different people were speaking about the 7 sayings of Jesus from the cross. And I was one of them, but before me, there was a sister who was speaking about forgiveness. No, Jesus prayed for the forgiveness. No, Father, forgive them. No, we should be feeling sorry, and no, we should not regret to say sorry. And the Lord spoke to me and said, what you did was wrong yesterday. It was not a good example in front of your kids. What are they going to learn from you? We can say excuse. No, what he did was wrong. And I was convicted there. Right away I said, Lord, Holy Spirit, I'll ask sorry. So we came back into the car. That day we had probably kanji and things. After that we went into the car. Everybody came. I said, before I started driving, I said, kids, listen. They were all silent and they wanted to listen. They thought maybe we are going for another trip. Yesterday, when we were driving, we were going to the mall for dinner. I did something to that cyclist. And I'm sorry for doing that. It is not a good testimony for a Christian to do that. Please forgive me, kids. My kids plus the other 2 kids. Hallelujah. Amen. I know that has made a great impact on their lives. Yes. We didn't do that to impact them, but we obeyed the Holy Spirit. I obeyed the Holy Spirit because the Holy Spirit convicted me. So that's what I'm trying to tell you. Is the Holy Spirit is not just at work within the church. Wherever you go, He's your guide. He's your comforter. He's your teacher. He's the one, He's your mentor. Amen. Allow Him to do that. So when you are in fellowship with that Holy Spirit, you will not satisfy the desires of your flesh. Hallelujah. Because the desires of the flesh are always against or enmity with God, God's desire. And many people struggle in Christian life, trying to fulfill both of these. No, we have to let it go. And we say, no, wherever the God says correct, we have to correct. Wherever God says humble, we have to be ready to humble ourselves. Only then we can be victorious. Hallelujah. Praise the Lord. Hallelujah. ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തിന് വേണ്ടി വാദിച്ച പിശാചാണ്. He's an accuser. So he's looking for opportunity to make accusation over your life. Don't give the enemy a chance. But you cannot do it by yourself. The Holy Spirit is with you. He will guide you. He will perfect you. He will sanctify you. He is sanctifying you as you go. Hallelujah. We have to be willing to be judged daily. As we read today, if we judge ourselves, we will not be judged along with the world. ലോകത്തോടു കൂടെ നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. നിങ്ങൾ ദിനംതോറും നിങ്ങളെ തന്നെ വിധിച്ചാൽ, പക്ഷെങ്കിൽ നമ്മളെ തന്നെ വിധിച്ചാൽ, ഒരു മനുഷ്യനും സ്വന്തം വിധിച്ചാൽ, nobody feels that he is wrong. Everybody has his own justification. But പരിശുദ്ധാത്മാവിൻ്റെ കണ്ണിലൂടെ നിങ്ങളെ തന്നെ വിധിച്ചാൽ, you will know wherever you have gone wrong. And you correct it and move forward.
ഹല്ലേലൂയ. അവിടെയാണ് നമുക്ക് ജയം. ഹല്ലേലൂയ. God wants us to be victorious. The Father is waiting, desiring one day, as I said yesterday, He's waiting for the sons of glory to enter heaven. Hallelujah. When we will be perfected little by little back into the image of God, and once, on that glorious day, we all together enter with shouting and celebrations, the Father will be happy. Because He has desired to give us the throne. Hallelujah. തൻ്റെ പുത്രനോട് കൂടെ സ്വർഗസിംഹാസനത്തിൽ നമ്മളെ ഇരുത്താൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ ചെന്ന് നമ്മൾ പായിട്ട് താഴെ ഇരിക്കുന്നവരല്ല, അവനോട് കൂടെ ഇരിക്കുന്നവരാണ്. Hallelujah. No, we are not telling it out of pride, because He wants to honor us. We are His bride. Hallelujah. Praise God. So the love of the Father helps you to overcome the love of the world. The leading of the Holy Spirit, the fellowship of the Holy Spirit helps you to defeat yourself. Number 3 is the devil himself. Pishaja, if at all he tries to attack you in any ways, what can we do? First John chapter 3, 8 and 9. ഒന്ന് യോഹന്നാൻ 3, 8, 9 വാക്യങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യോഹന്നാൻ 1 വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വന്നു. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്ന് പറയുന്നത് വചനമാണ്. It is the word. It's logos. That's why Jesus said, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. God gave us His word. Hallelujah. ആ റെവലേഷനിൽ വേണം നമ്മൾ ദിനംതോറും ജീവിക്കാൻ. Hallelujah. Then you are destroying the work of the enemy, the devil. Hallelujah. പിശാചിൻ്റെ സകല പ്രവർത്തികളെയും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലുമൊക്കെ തകർക്കാൻ എന്ത് വേണം? We need the revelation. The grace of our Lord Jesus Christ. That is revelation. Hallelujah. യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ it says അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. He continued to grow in the grace and truth. Hallelujah. For that grace is the revelation of God. I mean, in that grace there is a revelation. A person who does not have revelation, is lost. Hallelujah. I tell people, it's like a football. Devil will kick you like football from one end to another. But if you are a person of revelation, and that builds your conviction, അതാണ് നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്. ഹല്ലേലൂയ. വചനത്തിൽ ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം കേൾക്കുന്ന വചനം മാത്രമല്ല, ആ വചനം നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം? റെവലേഷനായി മാറണം. ഇറ്റ് ഹാസ് ടു ബിക്കം എ റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ്. നമുക്കത് പ്രകടമായി കിട്ടുമ്പോഴാണ് നമ്മൾ അതിനകത്ത് ഉറയ്ക്കുവാനിടയായിത്തീരുന്നത്. Hallelujah. So that is what I was trying to say. ഈ 3 കാര്യങ്ങളും ബേസിക്കലി ഇത് 3 മതി നമുക്ക് ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ. ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ അല്ലെങ്കിൽ അതിൻ്റെ റെവലേഷൻ, ദ റിവീൽഡ് ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആമേൻ. സഭകളിൽ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിലേ നമ്മൾ ദൈവത്തോട് ചോദിക്കാൻ, കർത്താവേ ഇത് 3 എനിക്ക് നൽകണമേ. I see so many areas in my life where I am being defeated. Sometimes why people are sometimes turn away from the faith.
വിശ്വാസ ജീവിതത്തിൽ നിന്ന് ആളുകൾ പിന്തിരിഞ്ഞു പോകാൻ പല കാരണങ്ങളുണ്ട്. ബട്ട് ദർ ഇസ് എ വൺ റീസൺ, ദേ ട്രൈഡ് ബൈ ദംസെൽവ്സ് ആൻഡ് അഗെയിൻ ദേ ആർ ഫെയിലിംഗ്. ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടും ജീവിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ പറയുന്നതൊന്ന് വായിക്കുന്നതൊന്ന് അതുപോലെ ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ they give up. Hallelujah. Because they didn't have the right understanding. Hallelujah. ഞാൻ ആദ്യ ദിവസം പറഞ്ഞതുപോലെ the ministry of the Holy Spirit, the ministry of the Word of God, and the ministry of a teaching priest, ഇത് മൂന്നും ഒരു ബിലീവറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. The growth of a believer depends on these three things. When you have these three, you grow consistently. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ സഭകളിലൊന്നും അതില്ലാത്തത് കൊണ്ടാണ് പീപ്പിൾ വാണ്ടർ അവേ ഫ്രം ദ ഫെയ്ത്ത്. ഹല്ലേലൂയ. ആമേൻ. പകൽക്കാലം ഈ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ സത്യത്തിന് വേണ്ടി നമുക്ക് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. റോമാലേഖനം 12-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, ഡു നോട്ട് ബി ഓവർകം ബൈ ഈവിൽ, ബട്ട് ഓവർകം ഈവിൽ വിത്ത് ഗുഡ്. ഹല്ലേലൂയ. നന്മയാൽ തിന്മയെ ജയിക്കുക. ഹല്ലേലൂയ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വി ഗിവ് അപ്പ് സോ ഈസിലി. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കഴിഞ്ഞ് വി സേ നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നോ, വെൻ യു ഡോണ്ട് ഗിവ് അപ്പ് യു വെയർ ദ ഡെവിൽ ഔട്ട്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാനുണ്ട്, let us see who gives up first. Is it the devil or you? Don't go back, stand firm, and he has to flee. Hallelujah. പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും, പോകേണ്ടി വരും, പോകണം. അതാണ് നിയമം. പക്ഷെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് കീഴ്പ്പെട്ട് ഉറച്ചു നിൽക്കണം. Hallelujah. When you submit to God and resist the devil, he will flee. You will wear him out. Hallelujah. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. ഡെവിളിനെ നമുക്കറിയാത്തത് കൊണ്ട് ഡെവിൾ നമ്മളെ ഇട്ട് പന്ത് കെട്ടി, ഇനി അവനെ ഞാൻ വിടത്തില്ല എന്നുള്ളൊരു വാശി നമുക്കകത്തുണ്ടാകണം. ഹല്ലേലൂയ. നോ, വി ടെൽ പീപ്പിൾ, നോ, നമ്മളൊക്കെ പറയണം ഞാൻ ഭയങ്കര വാശിക്കാരനാണെന്ന് പറയും. വാട്ട് ഡു വി ഡു വിത്ത് അവർ വാശി? നമ്മൾ പരസ്പരം വൈരാഗ്യം കാണിക്കാനും പോരടിക്കാനുമാണ് നമ്മുടെ വാശി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിനകത്ത് വാശി, വൈരാഗ്യം പിടിച്ചു. I tell, turn all your anger, all those things, that hatred towards the devil. As I said yesterday, he is the real enemy. He is the real culprit. He is the one working behind all these darkness. മനുഷ്യരല്ല യഥാർത്ഥത്തിൽ. അവരൊക്കെ അന്ധകാരത്തിൽ കിടക്കുന്നത് കൊണ്ട് പിശാചിൻ്റെ കയ്യിലെ ഒരു പാവ പോലെ മാറി. When you see the real and you say, devil, I am going to come after you. അല്ലേ, പലർക്കും പേടി അങ്ങനെയൊക്കെ പറയാൻ. No, it's not because of your greatness. You're standing on the name of Jesus and you're saying, I'm going to take you head on. Hallelujah. Because my God is a victorious God. He has never been defeated. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മൾ സേവിക്കുന്ന കർത്താവിനെ അറിഞ്ഞ് നമ്മൾ ആരാധിക്കണം. നമ്മൾ ഹല്ലേലൂയ ജയം ഒക്കെ പാടിയപ്പോൾ യേശു കർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഒരിക്കലും തോറ്റിട്ടില്ല. ഇന്നലെയും ഇന്നും നാളെയും അവൻ തോൽക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ആ ദൈവം പറയുന്നു, നിങ്ങളെ ജയിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. യു ഷാൽ ഓവർകം, യു വിൽ ഓവർകം. But until and unless we have a desire, he can't help it. നമ്മുടെ അകത്തൊരു ആഗ്രഹം വരാതെ, ഒരു ഡിസയർ ഉണ്ടാകാതെ ദൈവത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അകത്തൊരു ആഗ്രഹമുണ്ടാണ് ജയിക്കാൻ വേണ്ടി. കഴിഞ്ഞ നാളുകളിൽ എവിടൊക്കെയാണോ നിങ്ങൾ തോറ്റത് എണ്ണി പറയണം, അത് ഓരോന്ന് ഞാൻ ജയിച്ചു കയറും. ഹല്ലേലൂയ. കൃപ എന്ന് ആ അർപ്പോടുകൂടി ആണിക്കൽ കയറ്റും. സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും, കാരണം എൻ്റെ ജയാളിയായ കർത്താവിനോട് കൂടെയുണ്ട്. The whole heaven is backing you up. The love of God immeasurably he is ready to give unto you. The revelation as you ask, he is ready to give to you. The fellowship of the Holy Spirit is inside you.
അത് ബിൽഡ് ചെയ്ത് കയറുക. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഞാനതാണ് നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ സഭ മേൽക്കുമേൽ ഹല്ലേലൂയ വളർച്ച പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ, ഈ ദേശത്ത് ശക്തിയോടുകൂടി എഴുന്നേൽക്കട്ടെ, ജീവനുള്ളൊരു സഭയായി മാറ്റപ്പെടട്ടെ, ജയാളികളായി നിങ്ങൾ മാറ്റപ്പെടട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിനെ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആരാധിപ്പാൻ സമയം അവസരം കിട്ടിയില്ലെങ്കിലും ഒരു ദിവസം സ്വർഗത്തിൽ ജയഘോഷത്തോടെ ചെന്നെത്തുമ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. We are not defeated. Hallelujah. Until and unless we give up. Hallelujah. ഇന്ന് പകൽക്കാലം don't give up. Hallelujah. എന്തെങ്കിലും hurts or feelings or if it is in your heart, humble yourself and say, Lord, I surrender. But I don't want to be a failure. എൻ്റെ ലൈഫ് ഒരു ഫെയിലിയറായി മാറുവാൻ, ഒരു ഡിഫീറ്റഡ് ടെസ്റ്റിമണിയായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ എന്നെ സഹായിക്കണമേ. Hallelujah. The Father gives you the love, the Son gives you the revelation, and the Holy Spirit gives you the power. Amen. Hallelujah. Love from God, revelation of God, and the power of God. ഇത് മൂന്നും ഹല്ലേലൂയ നിങ്ങളെ ശക്തരാക്കി മാറ്റും. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. I want to end here, hallelujah, in this note, and let us pray. Hallelujah. Can we all rise up to our feet? ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. It was a short but a precise message. ഇത് വിട്ടുകളയാതെ ഇന്നു മുതൽ pursue these 3 things. Ask God for these things. ഹല്ലേലൂയ. ഫിസിക്കലായിട്ടുള്ള നിങ്ങളുടെ നീഡുകൾ നിങ്ങൾ ചോദിക്കാൻ മറന്നാലും അത് ദൈവം കാര്യം നടത്തി തരും. എന്നാൽ സ്പിരിച്വൽ നീഡ്സ് യു നീഡ് ടു ആസ്ക് ബിക്കോസ് ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇത് അമൂല്യമായത് കാര്യമാണ്. ദൈവസ്നേഹം പാഴാക്കി കളയാനുള്ളതല്ല, പാഴാക്കി കളയുന്നവർക്കുള്ളതല്ല. അതിനെ വിലയേറിയതായി കരുതുന്നവർക്ക് ദൈവം തൻ്റെ സ്നേഹം സമൃദ്ധിയായി നൽകുവാൻ തയ്യാറാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവേ, നീ എന്നിൽ പകർന്ന സ്നേഹം, നീ എന്നോട് കാണിച്ച കൃപ ഞാൻ പലവട്ടം പാഴാക്കിയിട്ടുണ്ട്. ഇനി മുതൽ സൂക്ഷ്മതയോടെ അതിനെ കൈകാര്യം ചെയ്യുവാൻ, ആ സ്നേഹത്തിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ റിലേഷൻഷിപ്പിനെയും ബിൽഡ് ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. All my relationship, every aspect of my life, may it be built according to the love of God. Hallelujah. Hallelujah. And the revelation of God. Hallelujah. The grace of his Son. Hallelujah. And the sweet fellowship of the Holy Spirit. May we build on it. These are our advantages. These are always been available to us. But let us make use of it. Let us grow in it. Let us build it up. Hallelujah. പ്രാർത്ഥനയ്ക്കാണ് എല്ലാത്തിൻ്റെ തുടക്കം. നമുക്കറിയത്തില്ലെങ്കിൽ where to begin, how to begin. Tell God, I come to you. I need your grace. I need your love. I need the power to overcome the devil, the flesh and the world. ലോകത്തെ, പാപത്തെ, ജഡത്തെ ജയിപ്പാൻ എനിക്ക് കൃപ നൽകണമേ, വെളിപ്പാട് നൽകണമേ, ദൈവത്തിൻ്റെ ശക്തി നൽകണമേ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ തകർന്നു പോയെടുത്ത്, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഒരു ബാഡ് ടെസ്റ്റിമണി ആയെടുത്ത്, ഒരു ഫെയിലിയർ ആയെടുത്ത്, കർത്താവെ ജയിച്ച് കയറുവാൻ ഹല്ലേലൂയ പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു ദിവസം ഞങ്ങൾക്ക് വരം നൽകിയിട്ടുണ്ടല്ലോ. അവിടെ ഇരുന്ന് പുത്രനോടുകൂടെ ഹല്ലേലൂയ ജനത്തെ ന്യായം വിധിപ്പാൻ, ലോകത്തെ ന്യായം വിധിപ്പാൻ ഉള്ള അധികാരം കൈകാര്യം ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങൾ കാണുന്നു കർത്താവേ. One day we see that with our spiritual eyes, that day we will be seated, hallelujah, with our Savior. Hallelujah. രക്ഷകനോട് കൂടെ ഇരുന്ന് കർത്താവേ ഹല്ലേലൂയ reign ചെയ്യുവാൻ, you have called us to reign. Hallelujah. ഞങ്ങളെ സഹായിക്കണമേ. Make us victorious. We surrender, Lord. Thank you, Lord. We commit this fellowship, this assembly into the grace of God and the word of God. ഇവരോട് കേൾപ്പിച്ച വചനങ്ങൾ ഇവരെ കർത്താവേ, ഇവരുടെ ആത്മാക്കളെ ക്രിസ്തുവേശുവിൻ്റെ നാളോളം കാക്കുവാൻ കർത്താവേ ഇടയാകട്ടെ. അവരെ ആ കൃപയ്ക്കകത്ത് ഭരമേൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. Thank you so much, Gilgal Pentecostal Assembly. It was a pleasure serving you
Please continue to pray for us. God bless you.